പുതിയ സ്കീം 2024 ബിടെക്കിൻ്റെ സ്പോട്ട് അഡ്മിഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിൻ്റെ ആണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ IHRDയുടെ കീഴിലുള്ള കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. നമുക്കറിയാം, ഇപ്പോൾ IHRDയുടെ കോളേജുകൾ എടുത്താൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് തീർച്ചയായിട്ടും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ്. തൊട്ട് താഴെ നമ്മൾ പറയുന്നതാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെയുള്ള നമുക്കുള്ള കോഴ്സുകളെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കോഴ്സുകളിലേക്കുമാണ് ഇപ്പോൾ സ്പോട്ട് നടത്തുന്നത്. അത്രയും കോഴ്സുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സീറ്റിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് ഇന്നത്തെ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 10-ാം തീയതിയാണല്ലോ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സീറ്റ് വേക്കൻസി പബ്ലിഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ മെറിറ്റ് സീറ്റാണ് വേക്കൻസി ഉള്ളെങ്കിൽ മെറിറ്റ് സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തും. മാനേജ്മെൻറ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്കായിരിക്കും അലോട്ട്മെൻറ്റ്. സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ടാണ്, അല്ലാതെ വേക്കൻ്റ് ആയ എല്ലാ സീറ്റുകളും മാനേജ്മെൻറ്റിലേക്ക് കൺവേർട്ട് ഒന്നും ചെയ്യൂല. മെറിറ്റ് സീറ്റിലാണ് വേക്കൻസി ഉള്ളെങ്കിൽ അത് മെറിറ്റ് സീറ്റായിട്ട്, അതായത് ലോ ഫീസായിട്ടും, മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഫുൾ ഫീ എന്നുള്ള മാനേജ്മെൻറ്റ് സീറ്റായിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റിസർവേഷനിലാണ് സീറ്റുകൾ വേക്കൻസി ഉണ്ടെങ്കിൽ അത് ആ റിസർവേഷനിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കുക. സ്റ്റേറ്റ് മെറിറ്റ് ആകുമ്പോൾ റിസർവേഷനൊന്നും ഇല്ലാതെ എല്ലാവരെയും പരിഗണിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പോട്ട് അഡ്മിഷൻ ഡേറ്റ് വ്യത്യാസമുണ്ട്. എല്ലായിടത്തും 11 എന്ന് പറയുമ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ പറയുന്ന ഡേറ്റ് 12/9/2024 രാവിലെ 11 മണിക്കാണ് ഓഫീസിൽ ഹാജരാവാൻ പറഞ്ഞേക്കുന്നത്. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കീമിൻ്റെ റാങ്ക് ലിസ്റ്റിനോടൊപ്പം തന്നെ ഇവർ JEEയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളെയും പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കീം റാങ്ക് ലിസ്റ്റിലുള്ളവരെ തീർച്ചയായിട്ടും പരിഗണിക്കും. അതല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും JEE എന്ന് വെച്ചാൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, JEE ഉള്ളവരെ ഈ ഒരു DTയുടെ സ്പോട്ടിൽ പരിഗണിക്കുമോ എന്നുള്ളത്. അപ്പോൾ DTയുടെ സ്പോട്ടിൽ JEE ഉള്ളവരെ പരിഗണിക്കുന്നില്ല. പക്ഷേ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ JEയുടെ ലിസ്റ്റിലുള്ളവരെയും പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. ആ ഒരു ദിവസം, അതായത് 12/9/2024 നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ഹാജരാവുക കേട്ടോ. അപ്പോൾ ഫീസിൻ്റെ കാര്യം, നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് എന്തായിട്ടും അന്ന് തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് സാധാരണ ഫീസുകളും അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം മറ്റ് ഫീസ് അങ്ങനെ എന്തെങ്കിലും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി മറ്റ് സ്ഥലത്തുനിന്ന് ഫീസ് ട്രാൻസ്ഫർ കിട്ടുമല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ അടച്ചാൽ മതിയോ എന്നുള്ള കാര്യം അതൊന്ന് കൺഫേം ആക്കിക്കോളാം. പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് കുറച്ച് പേരുടെയൊക്കെ അറിയാം. എല്ലാവർക്കും ഒരുപോലെ ആ ഒരു എമൗണ്ട് ഓൾറെഡി ഇപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് കൺട്രോളിൽ അത്ര എമൗണ്ട് അടച്ചേക്കുന്നതാണ്. വീണ്ടും ഇവിടെ അടയ്ക്കാനൊക്കെ എല്ലാവരുടെ കയ്യിൽ ആ ഒരു എമൗണ്ട് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ട്യൂഷൻ ഫീസ് നിർബന്ധമായിട്ട് അടയ്ക്കേണ്ട വരും. പിന്നെ ബാക്കിയുള്ള കുറച്ച് എക്സ്ട്രാ ഫീസിൻ്റെ കാര്യം നിങ്ങളതൊന്ന് കൺഫേം ആക്കുക കേട്ടോ. അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ കെട്ടിയാൽ മതിയോ എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ആക്കുക. ഇവിടെ വെബ്സൈറ്റിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ വിളിച്ച് കൺഫേം ആക്കുക കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.